മൈക്ക് ഞാനും ഏകദേശം ഒരേ നിലവാരത്തിൽ എത്തിയത് കൊണ്ട് ഇനി സംസാരിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഇതാണ് പൊതുവേ ഉള്ള പ്രശ്നം. നേരത്തെ ഞാൻ കുറച്ച് മേലെയും മൈക്ക് കുറച്ച് താഴെയായിരുന്നു, അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഈ മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ മൈക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, കേൾക്കാത്ത നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിൽക്കുന്ന ലെവലിലേക്ക് മൈക്ക് നിൽക്കുന്ന ലെവലിലേക്ക് ഞാനോ പോകാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമുക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷന് ഗ്യാപ്പ് വരും. അപ്പം അവനവൻ്റെ ലെവലിൽ നിന്നുകൊണ്ടുള്ള ചിന്തകൾ ആത്മീയ ഉന്നതിക്ക് എപ്പോഴും നല്ലതാണ്. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അവർകൾ ഇവിടെ ഇരിക്കുമ്പോൾ കൂടുതൽ പ്രസംഗിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അവർ നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് സാധാരണ നടക്കുന്ന ശാദുലിയിൽ ഉപരി ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം മടവൂർ CM വലിയുല്ലാഹിയുടെ ആണ്ടും കൂടിയാണ്. അപ്പം മടവൂർ CM വലിയുല്ലാഹിയെക്കുറിച്ച് മടവൂർ കോട്ടയിൽ വന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് ഈന്തപ്പഴം കയറ്റുന്നതിന് തുല്യമാണ്. മടവൂരിൻ്റെ കോട്ടയിൽ വന്നിട്ട് മടവൂർ CM വലിയുല്ലാഹിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. മടവൂർ CM വലിയുല്ലാഹി എന്താണ് എന്നുള്ളത് ഈ കോട്ട കാണുന്ന, ഈ കോട്ടയിലെ ഓരോ ശ്വാസത്തിലും നിശ്വാസങ്ങളിലും വെള്ളത്തിലും വായുവിലും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ട ഉണ്ടായതിന് കാരണക്കാരനാണ്, ഈ കോട്ടയുടെ കാരണക്കാരനാണ്, കോട്ടയിൽ എത്തുന്ന ഓരോ മനുഷ്യരുടെയും കാരണക്കാരനാണ് മടവൂർ CM വലിയുല്ലാഹി. അവരുടെ ആണ്ടുകൂടി അനുസ്മരിക്കപ്പെടുന്ന ദിവസമാണ്. അവർ നിർദ്ദേശിച്ചതിന് പ്രകാരം ബഹുമാനപ്പെട്ട മൗലാ ബുഖാരി തങ്ങളുടെയും ആണ്ടാണ്, തങ്ങളുടെ പ്രപിതാമഹൻ. അപ്പോൾ ഈ കോട്ട കെട്ടിയ ടിപ്പു സുൽത്താൻ്റെ കോട്ട പോലെ അല്ലെങ്കിൽ ഇക്കേരി നായ്ക്കൻ്റെ കോട്ട പോലെ ഒരു സാധാരണ കോട്ടയല്ല. ഇത് മാരിഫത്തിൻ്റെ കോട്ടയാണ്, ഇത് തസവുഫിൻ്റെ കോട്ടയാണ്, ഇത് ഇൽമിൻ്റെ കോട്ടയാണ്, കറാമത്തിൻ്റെ കോട്ടയാണ്. അത് മനസ്സിലാകണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൈക്ക് താഴെ വെച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. മൈക്കും ഞാനും ഒരു ലെവലിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കുന്നത് മനസ്സിലാവുകയുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഈ കോട്ടയിൽ നടന്ന ശാദുലി ഹളറയിൽ പങ്കെടുത്ത് ആത്മനിർവൃത്തി അണയുക എന്ന് പറഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ ധന്യമായ നിമിഷമായിട്ട് എല്ലാവരും കണക്കാക്കേണ്ടത് തന്നെയാണ്. പിന്നീട് ഇതിനൊക്കെ നമ്മൾ പങ്കെടുക്കും. നമ്മൾ റാത്തീവിന് വരും, നമ്മൾ മൗലൂദിന് പങ്കെടുക്കും, നമ്മൾ സിയാറത്തിന് പോകും, മഹാന്മാരെ ബഹുമാനിക്കും, ആദരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും, അല്ലേ? നമ്മളിതൊക്കെ ചെയ്യും. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കോട്ടയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് വരുമ്പോൾ, ഇതുപോലുള്ള ആത്മജ്ഞാനികളുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ ഇവിടെ പോയിട്ട് എൻ്റെ കാറിൻ്റെ മോഡലൊന്ന് ചേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ മകൾക്ക് പുതിയാപ്പിളയാകണം, ഇല്ലെങ്കിൽ സ്ഥലം കച്ചവടമാകണം, അല്ലേ? ഇങ്ങനെ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇത്തരത്തിൽപ്പെട്ട പല ആവലാതികളാണെങ്കിൽ ഒരു പരിധി കൂടെ കടന്നാൽ പിന്നീട് വരുന്നത്, ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോഴത്തെ പ്രശ്നം മുമ്പൊക്കെ നമുക്ക് മഹാന്മാരെ കാണുന്നതിന് നമ്മുടെ ആവലാതികൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, വീട്ടിലെ ബേജാറ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് നമ്മുടെ ബോധത്തിനെ നിയന്ത്രിക്കുന്ന ചിലർ അവരുടെ ഒപ്പീനിയനും കൂടെ പരിഗണിച്ച് വേണം മഹാന്മാരെ നമ്മൾ കാണാനും, ഇല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ പുറത്താക്കി കളയും, ഇല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ വിലക്കി കളയും. ഈ ക്രിക്കറ്റിൽ നിന്നൊക്കെ ഞാൻ പലപ്പോഴും പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, IPL കളിക്കാൻ കഴിയില്ല, അയാളെ ക്രിക്കറ്റിൽ നിന്ന് വിലക്കി. അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ ഈയിടയ്ക്ക് അടുത്ത് സിനിമാ സംഘടന ഒരാളെ വിലക്കി, അയാൾക്കിനി സിനിമയിൽ അഭിനയിക്കാൻ കഴിയൂല എന്ന് പറയുന്നത് പോലെയാണ് വന്ന്
ഇന്ന മക്കാമിലേക്ക് അയാൾ പോയി, അതുകൊണ്ട് അയാളെ വിലക്കി. ഇന്ന വലിയൻ്റെ അടുത്തേക്ക് അയാൾ പോയി, അതുകൊണ്ട് അയാളെ വിലക്കി. ഞാൻ ബേജാറിലായിപ്പോയി. പഠിച്ചവനെ, ഈ മൂസാ നബി ഖിളർ നബി ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എത്ര കുടുങ്ങിപ്പോയനെ. മൂസാ നബി ആദ്യം ദീനെന്ന് പുറത്താക്കിയാനെ, ഖിളർ നബി അയാളെ പിൻപറ്റി 3 ദിവസം നടന്നതിൻ്റെ പേരിൽ 30 ദിവസത്തെ വിലക്കും കൊടുത്തേനെ, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് നിലവാരത്തിലേക്കാണ് നമുക്ക് ഇതുകൊണ്ടാണ് ശുജായി മൊയ്ത് മുസ്ലിയാർ പറഞ്ഞത്, ഞാൻ അല്പസമയം എടുക്കൂ, അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ, ഉൾസാരമോർത്താൽ ഉറങ്ങാമോ മൂഢാ. നമ്മുടെ അകക്കണ്ണ് തുറക്കാത്തത് കൊണ്ട്, ഈ പുറംകണ്ണ് കൊണ്ട്, ബാഹ്യമായ കാഴ്ചകൾ കൊണ്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഈ കാണുന്നതിലൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വലിയ കഥാകാരനായിരുന്നു, അതിലുപരി അദ്ദേഹം ഒരു സൂഫിയായിരുന്നു. 4 തരീക്കത്ത് സ്വീകരിച്ച മഹാനാണ്. പന്ന്യങ്കരയിൽ, കോഴിക്കോട് പന്ന്യങ്കരയിൽ രവി എന്ന് പറയുന്ന ഒരാൾ സുലേഖ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പ്രേമിച്ചു. ഒരു സാഹചര്യത്തിൽ ഇവളെ കുത്തിക്കൊന്നു. എന്നിട്ട് ഇയാൾ മരിക്കാൻ കുത്തി, ഇയാൾ മരിച്ചില്ല, ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ടു. അപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ട് ഇയാൾ വീട്ടിലേക്ക് കത്തയക്കുന്നു, ആരും ഇയാളെ സ്വീകരിക്കുന്നില്ല. ഇയാൾ നാട്ടിൽ വന്നു, നാട്ടുകാർ മുഴുവൻ പുറത്താക്കി. അങ്ങനെ ഇയാൾ മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് നടന്നു പോകുമ്പോൾ ബേപ്പൂര വീടിൻ്റെ ചുവട്ടിൽ മുറ്റത്ത് ബഷീർ ഇരിക്കുന്നുണ്ട്, മാങ്കോസ്റ്റീൻ മരത്തിൻ്റെ ചുവട്ടിൽ. ഇയാൾ കുറച്ചു നേരം നോക്കി നിന്നു. ബഷീർ പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. ഇയാൾ കയറി വന്നു. അപ്പോൾ മഹാനായ ബഷീർ ചോദിച്ചു, നിങ്ങൾ വല്ലതും കഴിച്ചോ? അപ്പോൾ ഇയാൾ പറഞ്ഞ്, ഞാൻ ജയിലിൽ നിന്ന് വരിക. അപ്പം ബഷീർ പറഞ്ഞ്, ജയിൽ യോഗ്യന്മാർക്കുള്ളതാണ്, ഗാന്ധിയൊക്കെ കിടന്നിട്ടുണ്ട്, ഞാനും കിടന്നിട്ടുണ്ട്, അത് വലിയ കാര്യമൊന്നുമല്ല. അല്ല, ഞാനൊരു കൊലക്കേസിലെ പ്രതിയാണ്, അതിലും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ 2 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ബഷീർ ആദ്യം ഫാബി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു, ഇയാൾക്ക് വെള്ളം കൊടുത്തു, വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കൊടുത്തു. മെല്ലെ മെല്ലെ അയാളെ ഒരു മനുഷ്യനാക്കി മാറ്റി. ഒടുവിൽ കണ്ണൂർ ജയിലിൽ നിന്ന് പരോളിന് വരുന്നത് ഇയാൾ ബഷീറിനെ കാണാനായി. ജയിലിൽ നിന്ന് ഇയാൾ നിരന്തരമായിട്ട് ഗുരുവേ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതലുണ്ടായി. അങ്ങനെ നിരന്തരമായ ഒരു ബന്ധത്തിലൂടെ ഇയാൾ പിന്നീട് ഒരു നല്ല മനുഷ്യനായി. ഒടുക്കം ബഷീർ മരിക്കുന്ന സമയത്ത് ഇയാൾ ജയിലിൽ നിന്ന് വന്നിട്ട്, അപ്പോൾ അയാൾക്ക് മരണസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഇയാൾക്ക് പരോൾ കിട്ടിയിട്ട്, എമർജൻസി പരോളിൽ എത്തിയിട്ട് ഇയാൾ ആ ഖബറിൻ്റെ പുറത്ത് 3 ദിവസം കിടക്കുകയാണ്. പിന്നെ നാട്ടിൽ പോലീസൊക്കെയാണ് അയാളെ പിടിച്ചു മാറ്റുന്നത്. ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. ആർക്കും ആരെ ആട്ടി അകറ്റാം, ആർക്കും ആരെയും ദൂരത്തിലാക്കാം, അല്ലേ? ആർക്കും ആരെയും പുറത്താക്കാൻ എളുപ്പമാണ്, ദൂരത്തിലാക്കാൻ എളുപ്പമാണ്, സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ അതിലും എളുപ്പമാണ്. പക്ഷെ അവരെ ചേർത്ത് നിർത്താൻ, അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കാൻ, അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഉപരിപ്ലവമായതല്ല, ആന്തരികമായ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ ചേർത്ത് നിർത്തുന്നവരാണ് എക്കാലത്തും സൂഫികൾ, എക്കാലത്തും ഔലിയാക്കൾ. തങ്ങൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് CM വലിയുല്ലാഹിയെ കാണാൻ പോകുന്നത്. അത് തങ്ങളെന്നല്ല, അക്കാലത്ത് ആര് പോയെങ്കിലും CM വലിയുല്ലാഹി ഇടിയങ്ങര മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് കിലോമീറ്ററുകൾ നീളത്തിൽ ആൾക്കാർ, പോയവരും കണ്ടവരുമൊക്കെ ഇവിടെ ധാരാളമുണ്ട്, നിൽക്കുന്നുണ്ട്. അവിടെ വന്നവരെ ഒരിക്കലും CM വലിയുല്ലാഹി ക്ലാസിഫൈ ചെയ്തിട്ടില്ല, ഏത് സംഘടനയുടെ ആളാണെന്നൊന്നും ചോദിച്ചിട്ടില്ല, അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചിട്ടില്ല, വിലക്കിൽപ്പെട്ടവരാണോ കസേരയിലിരിക്കുന്നവരാണോ എന്ന് ചോദിച്ചിട്ടില്ല, അല്ല എങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചിട്ടില്ല. എല്ലാ കാലത്തും സൂഫികളും ഔലിയാക്കളും ആരിഫ്യങ്ങളും തങ്ങളെ സമീപിക്കുന്നവരുടെ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരാകരിക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അതൊരു ആധ്യാത്മിക വശവുമല്ല. ഏതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും അന്നും എക്കാലത്തും ഇസ്ലാമിൻ്റെ എഗനിസ്റ്റായിട്ട് വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാക്കുന്നൊരു വിഭാഗമാണ് ജൂത വിഭാഗം. ഇന്നും ഹമാസിൽ, ഇപ്പം ഫലസ്തീനിൽ, ഇസ്രായേലിൽ ബോംബുകൾ ഇങ്ങനെ വർഷിച്ച് നിരന്തരം ഫലസ്തീനി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ഈ ജൂത സൈദ്ധാന്തത്തിൻ്റെ പിൻബലത്തിലാണ് ഇസ്രായേലികൾ. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സഹാബി ചോദിക്കുക, അതൊരു ജൂതൻ്റെ മയ്യത്തല്ലേ?
പ്രവാചകൻ അറിയല്ലേ അത് ജൂതൻ്റെ മയ്യത്താന്ന്? പ്രവാചകൻ അറിയല്ലേ ഇത് ഇസ്ലാമിൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ എതിരാണെന്ന്? ഇയാൾ പറഞ്ഞു കൊടുക്കണോ? അല്ലെങ്കിൽ മറ്റൊരാൾ അതിന് പറഞ്ഞു കൊടുക്കണോ? അല്ലെങ്കിൽ ഇത് നമ്മൾ പുറത്താക്കിയ ആളാണ്, അല്ലെങ്കിൽ നമുക്കെതിരുള്ള ആളാണ്? ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ലോകത്ത് മനുഷ്യത്വത്തിൻ്റെയും മര്യാദയുടെയും സകല സീമകളും പഠിപ്പിച്ച ഒരു പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സ്വഹാബി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. എക്കാലത്തും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു മറുപടിയാണ്, ചെറിയ മറുപടിയല്ല. എന്താ? അതൊരു മനുഷ്യൻ്റെ ജഡമാണ്, അതൊരു മനുഷ്യൻ്റെ ജനാസയാണെന്നാണ്. അപ്പോൾ മനുഷ്യർ ആദരിക്കപ്പെടുകയാണ്. ഒരു മനുഷ്യർ, ഇപ്പോൾ ഈ കോട്ടയുടെ പ്രത്യേകത പറഞ്ഞാൽ, ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ആര് വന്നാലും തങ്ങൾ ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഒരു കുട്ടി വന്നാൽ എഴുന്നേറ്റ് വന്ന് കൈ പിടിച്ച് കൊണ്ടുപോകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തങ്ങൾ ചോദിക്കുകയല്ല നിങ്ങൾ ഏത് സംഘടനയുടെ ആളാ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരുപക്ഷെ ഒരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള ആധ്യാത്മിക കേന്ദ്രത്തിൽ ഏറ്റവും അധികം അമുസ്ലിമീങ്ങൾ ആദരിക്കപ്പെട്ടത് ലോക ചരിത്രത്തിൽ ഇവിടെ ആയിരിക്കും. ഏറ്റവും അധികം. ഇതെങ്ങനെ മനസ്സിലാക്കും? ദഹിക്കുമോ? ആർക്കെങ്കിലും ദഹിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നല്ലേ പറയല്? അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത അതൊരു മനുഷ്യൻ്റെ ജനാസയാണെന്നാണ്, അതൊരു മനുഷ്യൻ്റെ മൃതദേഹമാണെന്നാണ്. അപ്പോൾ മനുഷ്യരെ ക്ലാസിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? പ്രത്യേകിച്ച് മനുഷ്യത്വത്തിൻ്റെ ഒരു മഹനീയ മാതൃകയായിട്ട് എത്രയോ കാലമായിട്ട്, ഒരു 40-40 വർഷമായിട്ട് കാസർഗോഡിൻ്റെ ആത്മീയ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുന്ന മടവൂർ കോട്ടയൊക്കെ എടുത്തു വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നിസ്സാരപ്പെട്ട ധൈര്യമൊക്കെ മതിയോ മനുഷ്യന്മാർക്ക്? ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് പലപ്പോഴും, അല്ലേ? പ്രത്യേകിച്ച് തങ്ങൾ വളരെ തമാശപരമായിട്ട് നമ്മളോട് ഇടപെടുകയും വളരെ നിസ്സാരമായിട്ട് നമ്മളോട് കാര്യം പറയുകയും ചെയ്യുമെങ്കിലും തങ്ങളുടെ ആത്മീയ ഔന്നത്യം മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങിയവരേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയലുണ്ട്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ, നമ്മൾ തീ ആണ് ചുണ്ടിൻ്റെ അറ്റത്തിരിക്കുന്ന ബീഡി, പക്ഷേ ഈ തീ തിരിഞ്ഞു കുത്തിയാൽ വലിയ അപകടമാണത്, ഭക്ഷണവായിലൂടെ ഇറങ്ങുകയല്ല. അപ്പോൾ തീ കൊണ്ട് കളിക്കുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ചെറിയ സൂക്ഷ്മത പോരാ, ആ ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവണം. കൂടുതൽ ഞാൻ പറയുന്നില്ല. തങ്ങൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരുത്തൻ്റെ ബലം അറിയാതെ കണ്ട് ഒരുത്തനെ ചെന്നെതിർക്കണ്ട. ഒരുത്തൻ്റെ ബലം അറിയാതെ ഒരുത്തനെ എതിർക്കാൻ പോകണ്ട, ആളറിയാണ്ട് കളിക്കാൻ പോകണ്ട. ഒരുത്തനെ ചെന്ന് എതിർക്കണമെങ്കിൽ അനേകം വിദ്യ പഠിക്കണം. എന്താ? ഒരുത്തനെ ചെന്ന് എതിർക്കണമെങ്കിൽ അനേകം വിദ്യ പഠിക്കണം. ഏതൊക്കെയാ അനേകം വിദ്യ? ഏതൊക്കെയാ? ഉഹ്റവിയായ ഇൽമ്, ദുന്യവിയായ ഇൽമ്, ലദുന്യായ ഇൽമ്, വൈബിയായ ഇൽമ്. ഈ 4 വിഭാഗം ഇൽമുകളും പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരുത്തൻ എന്ന് പറയുന്ന ആളെ പോയി എതിർക്കാൻ പാടുള്ളൂ. ഈ 4 ഇൽമുകളുടെ സമ്മേളനങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരാളെ എതിർക്കാൻ കഴിയൂ. അങ്ങനെ എതിർത്താലും പോരാ, അനേകം വിദ്യ പഠിച്ചാലും പോരാ, ഗുരുവിനെ ചെന്ന് വണങ്ങണം. ആര്? ഷെയ്ഖിനെ കാണണം. എന്നിട്ടോ ഗുരുത്തമായിട്ടങ്ങ് ഇരിക്കണം, തർബിയത്തിലുണ്ടാവണം. ഈ പാട്ടിൻ്റെ അർത്ഥം ചെറുതല്ല, വലിയ ആന്തരിക അർത്ഥമുള്ളൊരു പാട്ടാണ്. തങ്ങൾ തമാശയായിട്ട് ഇവിടെ പാടുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു പാട്ടാണെന്നല്ല. ഒരുത്തനെ ചെന്ന് എതിർക്കണമെങ്കിൽ അനേകം വിദ്യ പഠിക്കണം. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ഇൽമുകളും പഠിക്കണം. പോരാ, പിന്നെ ഗുരുവിനെ ചെന്ന് വണങ്ങണം, ഷെയ്ഖിൻ്റെ അടുത്ത് പോകണം, ഗുരുത്തമായിട്ടങ്ങ് ഇരിക്കണം. തർബിയത്തിലേക്ക് നമ്മൾ നിരന്തരമായിട്ടുണ്ടാവണം. മാത്രമല്ല, തങ്ങൾ അതിനോടൊപ്പം ഒരു വരി കൂടി ചിലപ്പോൾ ചേർത്ത് പാടാറുണ്ട്. അതാണ് ഒരു വലിയ തമാശ. തങ്ങളൊരു ഒരു വർഷം മുമ്പ് ഇവിടെ വന്ന പ്രഗത്ഭനായ ഒരാളോട് പാടിക്കൊടുത്തതാ ഒരു വരിയും കൂടി ഇതിനോടൊപ്പം ചേർത്ത്. ഗുരുത്തമായിട്ടങ്ങ് ഇരുന്നാലും പോലെ മർക്കസിൽ ചെന്നങ്ങ് ഇരിക്കണം, മർക്കസിൽ ചെന്നങ്ങ് ഇരുന്നാലും പോരാ AP കണ്ട് വണങ്ങണം. ഇത് ഒരു വർഷം മുമ്പ് തങ്ങൾ പറഞ്ഞതാണ് ഇവിടെ വന്ന ചില ആൾക്കാരോട്. കാരണം മർക്കസിൽ നിങ്ങൾ പോകണം, ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിച്ചതിന് ശേഷം അനേകം വിദ്യ പഠിക്കണം ആദ്യം. എങ്കിലേ നമുക്ക് ഈ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്ന ഇത് ചിലർ. നമുക്കറിയാത്ത
കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് ഒന്നിനെക്കുറിച്ച് പഠിക്കുക, ഗുരുവിനെ കണ്ട് വണങ്ങുക, ഗുരുത്തം ഉണ്ടാവുക, എന്നിട്ട് തർബിയത്തിലുണ്ടാവുക, എന്നിട്ട് മർക്കസിൽ പോയിട്ട് എ പി ഉസ്താദിനോട് ചോദിക്കണം തങ്ങളാരാന്ന്. അപ്പം എ പി ഉസ്താദ് പറഞ്ഞു തരും തങ്ങളാരാണെന്ന്. ഇത് ഒരു വർഷം മുമ്പ് തങ്ങൾ പാടിക്കൊടുത്താണ് ചിലർക്ക്. കാരണം മഹാനായ വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എ പി ഉസ്താദിനോട് പറഞ്ഞതാണ്. തങ്ങളോട് എ പി ഉസ്താദ് ചോദിച്ചു മഅരിഫത്ത് കിട്ടാൻ എന്താണ് മാർഗം എന്ന്. അപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിയിട്ട് ഷാദുലി നടത്തിക്കുമെന്ന്. അപ്പോൾ മഅരിഫത്ത് കിട്ടാനുള്ള മാർഗം എ പി ഉസ്താദിന് നിർദ്ദേശിച്ചു കൊടുത്തത് തങ്ങളെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? മർക്കസിലേക്ക് പോകണം. അതിന് മുമ്പ് ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിക്കണം. ഒരുത്തൻ്റെ ബലം അറിയാതെ കണ്ട്, ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആ ഒരുത്തൻ, ഏതൊരുത്തൻ? ഹക്കായ ഒരുത്തൻ. ആ ഹക്കായ ഒരുത്തൻ ആ ഹക്കിനെ അറിയാതെ കണ്ട് എതിർക്കാൻ പോകണ്ട. അനേകം വിദ്യ പഠിക്കണം. ഏത്? ദുന്യവ്യായ ഇൽമ്, ഉഹറവ്യായ ഇൽമ്, ലദുന്യായ ഇൽമ്, ഗൈബിയായ ഇൽമ്, 4 വിഭാഗം ഇൽമുകളും പഠിച്ചതിന് ശേഷം നിങ്ങൾ ഗുരുവിനെ ചെന്ന് വണങ്ങണം. പോരാ, അവിടുന്ന് നിങ്ങൾ ബയ്യത്ത് ചെയ്തതിന് ശേഷം ആ തർബിയത്തിൽ ഇരുന്നു കൊണ്ട് എവിടെ പോകണം? പിന്നെ മർക്കസിലേക്ക് പോകണം. അവിടെ നിന്നിട്ട് എ പി ഉസ്താദിൻ്റെ അടുത്ത് ചോദിക്കണം, എന്ത് ഇങ്ങനെ മടവൂർ കോട്ടയിൽ ഒരു തങ്ങളുണ്ട്, തങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ എ പി ഉസ്താദ് പറഞ്ഞു തരും, എനിക്ക് 30 കൊല്ലം മുമ്പ് വടകര മുഹമ്മദായി തങ്ങൾ മഅരിഫത്തിന് നിർദ്ദേശിച്ചു തന്ന ദിക്റാണ് ബഹുമാനപ്പെട്ട തങ്ങളെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ വഴി. വളരെ എളുപ്പമാണ്. ഈ ഇടയ്ക്ക് അടുത്ത് ഞാൻ ഹമീദ് സക്കാഫിയുടെ വീട്ടിൽ പോകുമ്പം ഒരു ചരിത്രം പറഞ്ഞു. അദ്ദേഹം ഈ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത്, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രായമായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വടകര മുഹമ്മദായി തങ്ങൾ ഒരു ദിവസം പോവുകയും അവിടുത്തെ ചെരുപ്പ് അവിടെ വെച്ചിട്ട് ചെരുപ്പ് അഴിച്ചങ്ങ് പോയി. അപ്പോൾ ഈ പണ്ഡിതൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം വരും, ഒരു മാനസിക പ്രശ്നം, ഒരു വിളിച്ചറലും ഒരു വെപ്രാളവും ഒക്കെ വരുന്ന ഒരു സമയത്ത് സഹി കെട്ടിട്ട് മുഹമ്മദ് ഹാജി തങ്ങളുടെ ചെരുപ്പ് മുറ്റത്ത് കിടന്ന് എടുത്തിട്ട് ഇവർക്കൊരു അടി കൊടുത്തു. ആ സെക്കൻഡിൽ ഈ പ്രശ്നം അവിടെ നിന്നു. തങ്ങളവിടെ വെച്ച് മറന്നുപോയ ചെരുപ്പ് എടുത്തിട്ട് ഇവർക്കൊരു അടി കൊടുത്തപ്പോൾ ഈ പ്രശ്നം അവിടെ സോൾവായി. ഈ കാര്യം പറയാൻ വേണ്ടി ഇദ്ദേഹം തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തങ്ങൾ ഇങ്ങനെ നടന്നു പോവുക സ്പീഡിൽ. അപ്പോൾ ഇദ്ദേഹം പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സ്പീഡിൽ മുന്നോട്ട് പോകുന്ന തങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ഇയാളോട് പറയാം, ഇയാളൊന്നും പറഞ്ഞില്ല അതിന് മുമ്പ് തന്നെ, ഔലിയാക്കളുടെ ചെരുപ്പിനുമുണ്ടോ കറാമത്തെന്ന്. ഔലിയാക്കളുടെ ചെരുപ്പിനുമുണ്ടോ കറാമത്തെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ചെരുപ്പിന് പോലും കറാമത്തുള്ള ഒരു ഔലിയ, കേരളം അറിയപ്പെട്ട ഒരു പണ്ഡിതന് മഅരിഫത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത മാർഗമായ തങ്ങൾക്കുള്ള പവർ എത്രയാണെന്ന് ഞാൻ പറയണോ? അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരല്ലേ ഇവിടെയൊക്കെ ഉള്ളത്, അല്ലേ? ഈ ആലമ്പാടിയിലുള്ള ഒരു പണ്ഡിതനെ സാക്ഷിയാക്കിക്കൊണ്ട് മഹാനായ CM വലിയുല്ലാഹി അവിടയിലേക്ക് എത്തുന്ന ഖാദിരിയത്തിൻ്റെ സിൽസില എഴുതി വായിച്ചിട്ട് തങ്ങളെ അതിൻ്റെ അവകാശിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സാക്ഷി ഈ നാട്ടുകാരനാണ്. ആരാ? കുത്തുബുലാലം CM വലിയുല്ലാഹി. അപ്പോൾ ഈ 2 ദിന്നൂറൈനാണ് തങ്ങൾ, 2 പ്രകാശങ്ങളുടെ ഉടമയാണ്. ഒരു പ്രകാശത്തിൻ്റെ ഒരു കണിക അടിച്ചപ്പോൾ തന്നെ മൂസാ നബി ബോധം കെട്ട് വീണുപോയി. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട 2 പ്രകാശങ്ങളുടെ ഒരു വിസ്ഫോടനമാണ് ഇവിടെ നടക്കുന്നത്. ചെറിയ കളിയല്ല. പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിൻ്റെ പവർ പോരായ്മ വരും. സൂര്യനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അള്ളാനെ അറിഞ്ഞ ആരിഫീങ്ങളെ നോക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ നാക്കിനെയും കണ്ണിനെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. ചെറിയ വാക്കുകൊണ്ട് കുടുങ്ങിപ്പോകാം. ഗുരുത്തം കിട്ടാൻ പണ്ട് പാറന്നൂർ PP പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ടവർ നബറല്ലാഹു മർക്കതഹു ഒരു വാചകം പറഞ്ഞു, ഗുരുത്തം കിട്ടാൻ വലിയ പ്രയാസമാണ്, ഗുരുത്തക്കേട് കിട്ടാൻ വലിയ എളുപ്പമാണെന്ന്. അപ്പോൾ എളുപ്പമുള്ള പണി നോക്കി പോകണ്ട. തങ്ങളെ മഅരിഫത്തിലേക്ക് വഴി നടത്തിയത് 2 ഔലിയാക്കളാണ്. മുഷാവറ തീരുമാനപ്രകാരമൊന്നുമല്ല. മഅരിഫത്ത് ലഭിച്ച ആത്മീയജ്ഞാനികൾ മുരീദന്മാരെ തിരഞ്ഞെടുക്കുന്നത് മുഷാവറ തീരുമാനം പ്രകാരമല്ല, സംഘടനാ തിട്ടൂരപ്രകാരമല്ല. നമ്മൾ മനസ്സിലാക്കണം. അമ്പംകുന്ന് വീരാനൗലിയ
പൊട്ടച്ചിറ ഫാത്തിമ ബീവി എന്ന് പറയുന്ന ഒരു വലിയത്തിനെ ഉണ്ടാക്കിയത് ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയിൽ നിന്നാണ്. ഒരു മുഷാവറ തീരുമാനപ്രകാരവുമല്ല, ഒരു സംഘടനാ വിലക്ക് ലംഘിച്ചുമല്ല, ഒരു മഹല്ലിൻ്റെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവുമല്ല. മഹാനായ ബീരാനൗലിയ എല്ലാവരും എതിർത്ത ഒരു സ്ത്രീയെ, ഒരു ഹൈന്ദവ സ്ത്രീയെ, വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ ഏറ്റെടുത്തൊരു വലിയത്താക്കി മാറ്റി. ഫാത്തിമ ബീവി, പൊട്ടച്ചിറ അൻവരിയ എന്ന് പറയുന്ന വലിയ സ്ഥാപനം ഉണ്ടായിരിക്കുന്ന അവരുടെ പേരിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തൂക്കാൻ പറ്റിയ തിലാസിൽ ഔലിയാക്കളെ തൂക്കാൻ നിൽക്കരുത്. മഹാനായ തങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുത്തേക്ക് മുഷാവറ തീരുമാനം പ്രകാരം കുറച്ച് ആളുകൾ നിസ്കാരത്തിൻ്റെ ഫൻ അന്വേഷിക്കാൻ പോയി. അപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് ഒടുക്കം ചോദിച്ചു, പിന്നെന്താ വിശേഷിച്ച് വന്നത്? അല്ല, അപ്പോൾ ഈ മടവൂർ CM വലിയുള്ളാഹി നിസ്കരിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മടവൂരിനെ അളക്കാൻ പറ്റിയ തിലാസ് ആരുടെ കയ്യിലാടാ ഉള്ളതെന്ന്. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ. മടവൂരിനെ തൂക്കാൻ പറ്റിയ ത്രാസ് ആരുടെ അടുത്താണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. 10 വർഷം ഒരു കട്ടിലിൽ കിടന്ന മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ടാണ് 2 സമസ്തയുടെ മുഷാവറ മെമ്പർമാരും സംസ്ഥാനയുടെ മുഷാവറ മെമ്പർമാരും ഇരുന്നത്. 10 വർഷം ഒരു കട്ടിലിൽ കിടന്ന മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടാണ് ഇരിക്കുന്നത്. ആലോചിക്കണം. അപ്പോൾ അജ്മീറിൽ, നിങ്ങൾക്ക് അജ്മീർ അറിയാമല്ലോ, അജ്മീറിൽ ആരെല്ലാം വരും? അജ്മീറിൽ ചന്ദ്ര ഉറൂസ് നടത്തുന്ന ഒരു ദിവസം RSSൻ്റെ വകയായിട്ടുണ്ട്. പണ്ടേ ഉള്ളതാ. അജ്മീറിൽ RSSകാരുടെ പട്ട് വിരിക്കുന്നു, അതുകൊണ്ട് അജ്മീർ ഖാജയെ നമുക്കങ്ങ് പുറത്താക്കി കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരിയുടെ മേലെ RSSകാരൻ പട്ട് വിരിക്കുന്നുണ്ട്. അവർക്ക് അവിടുന്ന് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്, അല്ലെ അവരെ അവിടെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അജ്മീർ ഖാജയെ നമുക്കങ്ങ് പുറത്താക്കാൻ ദീനെന്ന്. അല്ലെങ്കിൽ ഇനി അജ്മീറിലേക്ക് ആരും പോകണ്ട, അജ്മീറിൽ ഉറൂസുമായിട്ട് ആരും സഹകരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന അത്ര ഈമാൻ ഉറപ്പുള്ള ആരാ ഇന്ന് ഇന്ത്യയിലുള്ളത്, ലോകത്തുള്ളത്? അല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2ആയി പിളരുന്ന സമയത്താണ് ഇടിയങ്ങര മൂപ്പൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഉള്ളത്. അന്ന് 2 വിഭാഗത്തിൽപ്പെട്ടവരും അവിടെ പോയി. അപ്പം എതിർ വിഭാഗത്തിൽപ്പെട്ടവരെ CM സ്വീകരിക്കുന്നത്, അതുകൊണ്ട് CMനെ നമുക്കങ്ങ് പുറത്താക്കാം, അങ്ങോട്ട് പോകണ്ട എന്ന് ആരും തീരുമാനിച്ചില്ല. എന്തുകൊണ്ടാണ്? അന്നത്തെ പണ്ഡിതന്മാർക്ക് വിവരമുണ്ടായിരുന്നു, അവർ ഔലിയാക്കളെ ആദരിക്കുന്നവരായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ കാഴ്ചയുടെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ കണ്ണിൽ ചില കരടുണ്ട്, ഇതിങ്ങനെ കാണുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ കരടങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അതുകൊണ്ട് സംഘടനാ മാലുവൽ വെച്ച് ഔലിയാക്കളെ അളക്കാൻ പോകാൻ നിൽക്കണ്ട. ഇത് പറഞ്ഞ ഞാനല്ല, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മടവൂരിനെ അളക്കാനുള്ള ത്രാസ് ആരുടെയും കയ്യിലില്ല. അതുപോലെ തന്നെ മടവൂർ കോട്ടയെ അളക്കാനുള്ള ത്രാസും ഇന്ന് വരെ ഒരുത്തൻ്റെ കയ്യിൽ ഉണ്ടാവുകയില്ല, ഇനി കിയാമത്ത് നാൾ പോലെ ഉണ്ടാവുകയുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ പൊന്നുരച്ച് നോക്കുന്ന പോലെ ആൾക്കാരെ ഉരച്ച് നോക്കാൻ നിൽക്കേണ്ട തൽക്കാലം. ഞാൻ ഇത്ര ഗൗരവമായിട്ടും രൂക്ഷമായിട്ടും സാധാരണ പ്രസംഗിക്കുന്ന ഒരാളല്ല തീരെയും. കാരണം ഇങ്ങനെ മാരിഫത്തും ആത്മീയതയൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ പോലും അല്ലേ, കുത്തരിയിൽ കല്ല് കടിക്കാൻ പാടില്ലല്ലോ, അത് ശരിയല്ല. ആധ്യാത്മിക സ്ഥാപനങ്ങളിൽ വന്നിട്ട് അതിനെ ഹൈജാക്ക് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ബെടക്കാക്കി തനിക്കാക്കാം എന്ന നീയത്ത് ഇതിൻ്റെ വിഷയത്തിൽ എടുക്കണ്ട. ഇവിടെ വലിയ ആത്മീയ നേതാക്കളായ 2 മഹാന്മാരുടെ തർബീയത്തിൽ നടന്നു പോകുന്നുണ്ട്. ഭൗതിക നേതൃത്വമായിട്ട് വലിയുള്ളാഹി വടിത്തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഈമാൻ ഒരു കേടും വേണ്ട. തങ്ങൾ അള്ളാഹിൻ്റെ വലിയാണെന്ന് ഉറപ്പില്ലാത്ത ഒരൊറ്റയാൾ ഈ സമയത്ത്, ഞാൻ പറയും, ഈ കോട്ടൻ്റെ വാതിൽ കടന്ന് കയറണ്ട. തങ്ങൾ അള്ളാഹ് ആദരിച്ചവർ തന്നെയാണ്, അള്ളാഹ് ആദരിച്ചവർ തന്നെയാണ്. ഈമാൻ ഉറപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദായി തങ്ങളുടെ ചെരുപ്പിൻ്റെ പവർ, ഔലിയാൻ്റെ ചെരുപ്പിന് ആ പവർ ഉണ്ടെങ്കിൽ ഔലിയ പിടിച്ച് സ്ഥാനത്തിരുത്തിയാൾക്ക് എത്ര പവറുണ്ട്? നിങ്ങൾക്ക് അളക്കാൻ കഴിയുമോ? ആർക്ക് അളക്കാൻ കഴിയുക? അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട വിഷയങ്ങളിലേക്ക് പോയിട്ട് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ നിൽക്കണ്ട. അല്ലേ, ഒരു വാശിക്ക് കണ്ടിച്ചാടിയാൽ 100 വാശിക്ക് നമുക്ക് കയറാൻ കഴിയില്ല ചിലപ്പോൾ. ആളറിഞ്ഞ് കളിക്കണം.
ആ രീതിയിൽ തന്നെ അദബ് എന്നത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മഹാന്മാരോട് പ്രത്യേകിച്ച് സംഘടനാ താല്പര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നേരെയോ അല്ലെങ്കിൽ ഔലിയാക്കളുടെ മസാറുകൾക്ക് നേരെയോ നമ്മൾ വെക്കാൻ പാടില്ല ഒരു കാരണവശാൽ. പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യം വലിയ ഭീഷണിയിലാണ്. ആ കാലത്ത് ഇപ്പോൾ തൊട്ടാൽ ഒന്നു മുറിവെന്ന് പറഞ്ഞ പലരും മോഡിയുടെ CAA വന്നപ്പോൾ ഒന്നിച്ച് നിന്ന് മഗ്‌രിബ് നിസ്കരിച്ച് കോഴിക്കോട് കടപ്പുറത്ത് അല്ലേ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്ന് തഴവ പാടിയനെ കണ്ടാൽ സലാം പറയാനും പാടില്ല, തിരിച്ച് മടക്കാനും പാടില്ല എന്ന് ഫത്വ കൊടുത്തവർ വരെ ഒന്നിച്ച് മുട്ടിയുരുമി നിസ്കരിച്ചു. ദജ്ജാലിനെ കണ്ടപ്പോഴല്ല, മോഡിയുടെ CAA വന്നപ്പോൾ. ദജ്ജാലിനെ കണ്ടാൽ പോലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടരുതെന്നാണ്. പക്ഷേ CAA വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ തൊടാനും പാടില്ല, ഞങ്ങൾ സംഘടന വിലക്കിയവരാണ്, ഇപ്പുറത്ത് സംഘടന എതിർത്തവരാണ്, പുറത്താക്കിയവരാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും കോഴിക്കോട് കടപ്പുറത്ത് ഒന്നാകെ നിന്ന് മഗ്‌രിബ് ജമാഅത്ത് നിസ്കരിച്ച്, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ നിസ്കരിച്ച്. മോഡി ഒരു വല്ലാത്ത ജാതി തന്നെ കേട്ടോ, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. ഈ തൊട്ടാൽ ഒന്ന് മുറിയുന്നവരെ എല്ലാം തൊടൽ ഫർളാക്കി മാറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട, അത് ആർക്കും നല്ലതുമായിരിക്കുകയില്ല. ഗൗരവമായിട്ട് തന്നെ പറയുകയാണ്. കോട്ടയെ റെപ്രസെൻ്റ് ചെയ്ത് ഔദ്യോഗികമായി തന്നെ പറയുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവർ, അത് ഔലിയാക്കളുടെ രീതിയാണ്, സൂഫികളുടെ രീതിയാണ്, മഹാന്മാരുടെ രീതിയാണ്. അവിടെ വരുന്നവരെ തരംതിരിക്കുകയില്ല, അവിടെ വരുന്നവരെ ക്ലാസിഫൈ ചെയ്യുകയില്ല. ഇവിടെ വരുന്നവരെ ഏത് സംഘടന പുറത്താക്കി വരാൻ നോക്കലില്ല, ഇവിടെ ഏത് സംഘടനയ്ക്ക് അകത്തുള്ള ആളാന്ന് നോക്കലില്ല, മുഷാവറ മെമ്പറാണോ എന്ന് നോക്കലില്ല. തങ്ങൾ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ഇവിടെ ഹളറയിൽ വന്നാൽ ചിലപ്പോൾ പ്രസംഗിപ്പിക്കും, ചിലപ്പോൾ 4 ദിക്ർ ചൊല്ലിക്കൊടുക്കും. ഈ കൂടുതൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിന് ഏത് കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞാലും ഒരു ഖവാലി പാടും, ഹാർമോണിയം വായിക്കും, എന്നിട്ട് അവരവരുടെ പാട്ടിന് പോകും. ഇതിവിടെ 10-40 കൊല്ലമായിട്ട് നടക്കുന്നതല്ലേ. ഇത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിവിടുത്തെ ഒരു ശൈലിയാണ്. ഇനി ആര് വന്നാലും, ഇന്ത്യ ആര് ഭരിച്ചാലും അജ്മീർ ഇഷ കഴിയുമ്പോൾ ഖവാലി നടക്കും. അവിടെ ഈ ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഇത് ലോകത്തെല്ലാ ഔലിയാക്കളുടെ സന്നിധാനത്തിലും ഇങ്ങനെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരെയും എടുത്ത് പൊക്കാറുമില്ല, ആരെയും നിലത്തിട്ട് ചവിട്ടാറുമില്ല. എല്ലാവരോടും ഒരു മിതമായ സമീപനത്തിൽ പോകുന്ന സ്ഥലം ഇത്. ഇവിടെ നിന്നല്ല, എല്ലാ ഔലിയാക്കളുടെ സ്ഥലം. മമ്പുറത്തങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നോ? കുത്തുബുലാലം CM വലിയുല്ലാഹി ഇങ്ങനെ അല്ലായിരുന്നോ? വടകര മുഹമ്മദായി തങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നോ? നാഗൂർ ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി ഇങ്ങനെ അല്ലായിരുന്നോ? ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടിപ്പു സുൽത്താനെ കണ്ടിട്ട് എഴുന്നേക്കാതെ ടിപ്പുവിൻ്റെ ഭടനെ കണ്ട് എഴുന്നേറ്റ ആളാണ് മമ്പുറത്ത് തങ്ങളുടെ അമ്മാവൻ സാക്ഷാൽ സെയ്ദ് ജിഫിരി തങ്ങൾ. അപ്പോൾ ആൾക്കാരുടെ ഈമാൻ ആണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ്റെ വിഷയം, അവരുടെ ആത്മീയതയാണ്. ഒരു നിസാരപ്പെട്ട കുട്ടി ഒരു വലിയ പണ്ഡിതനെക്കാട്ടി ആത്മീയതയിൽ ഉന്നത നിലവാരത്തിലാണെങ്കിൽ തങ്ങൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് ചുംബിക്കും. കാരണം അവർ നോക്കുന്നത് ഖൽബിലേക്കാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ ഖൽബകം എന്നോവർ. പലപ്പോഴും ചർച്ച ചെയ്താണ്, കൂടുതൽ പറയുന്നില്ല, നീട്ടുന്നില്ല, പരത്തുന്നില്ല. മഹാന്മാരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ ഒരു ഈമാൻ കേടുമില്ലാതെ. അവരെന്തിനാ കുട്ടിയെ കൊന്നത്? അവരെന്തിനാ കപ്പലിന് ഓട്ടയിട്ടത്? അവരെന്തിനാ മതിൽ കെട്ടിയത്? ഇത് ചോദിക്കേണ്ട ആവശ്യം നമുക്കെന്തിനാ? അപ്പം നമ്മൾ പുറത്താവും, നമ്മളാണ് പുറത്താവുന്നത്. അവരാ പണി തന്നെ ഉണ്ടാവും. ഖിളർ നബി കപ്പലിന് ഓട്ടയിട്ട് മതിൽ കെട്ടി കുട്ടീനെ കൊന്ന്. പക്ഷേ ഖിളർ നബി ഇപ്പോഴും ആ ലെവലിൽ തന്നെ ഉണ്ട്. മൂസാ നബി അവിടുന്ന് പറഞ്ഞു വിട്ട്. അതുകൊണ്ട് ആ പണി നമ്മളെടുക്കണ്ട, നമ്മളാ ചോദ്യം ചെയ്യലിന് നടക്കണ്ട. അനുധാവനം അത് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ പണിയൊന്നുമില്ല. അതാണ് മാരിഫത്തിൻ്റെ മാർഗം. മാരിഫത്തിൻ്റെ മാർഗം ഇതേ ഉള്ളൂ. തങ്ങളെ കൂട്ടിയിട്ട് ദിക്റിയില്ല, തങ്ങളെ കൂട്ടിയിട്ട് റാത്തീബ് കൊള്ളുക, തങ്ങളുടെ കൂടെ വന്ന് ശാദുരി കഴിക്കുക. ഇതാണ് മാരിഫത്തിൻ്റെ മാർഗം. ഈ നാട്ടിൽ, ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സമാനിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മാരിഫത്ത് കിട്ടാൻ തങ്ങളൊക്കെ കൂടിക്കോ, റാത്തീബ് നടത്തിക്കോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ദ്വാരക്കാൻ പോവാണ്. ദ്വാര കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്.
آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا